ചേരുന്നുണ്ട്. ക്രിസ്റ്റി, എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? ഈ മൃതദേഹം ഇപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഏറ്റവും അതിദാരുണമായ സംഭവമാണ് കൂടലിൽ അല്പസമയത്തിനുണ്ടായത്. പത്തനംതിട്ടയിൽ രാവിലെ തന്നെ 4 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവമാണ് ഉണ്ടാകുന്നത്. ഒരു സ്വിഫ്റ്റ് കാറും ഒപ്പം ബസ്സുമായി കൂട്ടിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നമുക്ക് ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ 4 പേരാണ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. അനു, മത്തായിപ്പൻ, നിതിൻ, നിഖിൽ എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറഞ്ഞാൽ അനു മലേഷ്യയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയതാണ്. അനുവിനെ കൊണ്ടുവരുവാനായിട്ട് കുടുംബത്തിൽ നിന്നുള്ളവർ പോവുകയും അനുവിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് വരികയും ചെയ്തപ്പോൾ വണ്ടി നിയന്ത്രണം വിട്ട് ബസ്സിലിടിക്കുകയായിരുന്നു. ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറഞ്ഞാൽ 7 കിലോമീറ്റർ കൂടി മാറിയാൽ ഇവരുടെ വീടായിരുന്നു. അവിടേക്ക് എത്തേണ്ട യാത്രയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അയ്യപ്പ സംഘം സഞ്ചരിച്ച ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത്. അതിൽ അവരുടെ നില യാതൊരു പ്രശ്നവുമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 3 പേരും മരിക്കുകയും ഒരാളെ പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ആദ്യം കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും പിന്നീട് അതീവ ഗുരുതരമാവുകയും പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തപ്പോഴാണ് മരണം സംഭവിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. എന്താണ് അപകടത്തിനുണ്ടായ കാരണം എന്നത് സംബന്ധിച്ച് വിവരം വരുന്നുണ്ടോ? കാർ അമിത വേഗതയിലായിരുന്നു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൂടൽ പോലുള്ള സ്ഥലത്തിൽ ഏറ്റവും അപകടം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെയും അപകടങ്ങൾ പതിവായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബസ് അമിത വേഗത്തിലായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ സ്വിഫ്റ്റിൻ്റെ നിയന്ത്രണം വിട്ട് സ്വിഫ്റ്റ് ചെന്ന് ബസ്സിലേക്ക് ഇടിച്ചു കയറുന്ന സാഹചര്യമായിരുന്നു. അതിൽ ഏറ്റവും ദാരുണമായ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അനു എന്ന് പറയുന്ന കുട്ടി മലേഷ്യയിൽ നിന്ന് എത്തുകയും അവരെ കൂട്ടാൻ പോയ കുടുംബാംഗങ്ങളാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിലെ 4 പേരുടെ ജീവനാണ് രാവിലെ തന്നെ പൊലിഞ്ഞിരിക്കുന്നത്. അവരെ മൃതദേഹങ്ങൾ മാറ്റുന്നതിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എവിടേക്കാണ് മാറ്റിയെന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ MLA ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്.